ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14 വാക്യം നമുക്ക് വായിക്കാം. 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പോൾ ഇതുവരെയും ദൈവം നോക്കുകയല്ലായിരുന്നുവോ? ഗിദെയോനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗിദെയോൻ്റെ പുറം മാത്രമല്ല, അകം കൂടി കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗിദെയോൻ ഭീരുവാണ് ദൈവത്തിനറിയാമായിരുന്നു. ഗിദെയോൻ മിദ്യാന്യരെ ഭയന്ന് മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് കറ്റ മെതിക്കുകയായിരുന്നു. ദൈവത്തിനറിയാമായിരുന്നു. മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് കറ്റ മെതിക്കത്തക്കവണ്ണം അത്ര ഭീരുവായിരുന്നു. മിദ്യാന്യരെ ഭയമായിരുന്നു. മിദ്യാന്യര് ഗോതമ്പ് മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോകുമെന്നുള്ള, കൊള്ള ചെയ്തുകൊണ്ട് പോകുമെന്നുള്ള ഭയം തീർച്ചയായും ഗിദെയോനുണ്ടായിരുന്നു. ദൈവത്തിനറിയാം അതെല്ലാം. പക്ഷേ ഇപ്പോൾ ദൈവം ഗിദെയോൻ നോക്കി. അപ്പോൾ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി. അപ്പോൾ എപ്പോൾ? ഗിദെയോൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു. പറഞ്ഞത് എന്താണ്? ദൈവമേ, നീ എന്നെ പരാക്രമശാലി എന്ന് വിളിച്ചു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കഷ്ടതയെല്ലാം വരുന്നത് എന്താണ്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ശത്രുവിൻ്റെ ഞെരുക്കത്തിൽപ്പെട്ട് വലയുന്നത് എന്താണ്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇത്ര വലിയ കഷ്ടനഷ്ടങ്ങൾ ഞങ്ങൾക്ക് വരുന്നത് എന്താണ്? ഗിദെയോൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു. ആ ദൈവം എവിടെ? കൂടെ ഉണ്ട് എന്ന് പറയും. ദൈവം എവിടെ? ആ വാക്യം തൊട്ടു മുമ്പ് നമുക്ക് വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? 13-ാം വാക്യം വായിക്കാം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ദൈവം ശക്തനാണെന്ന് പറയുന്നു, സർവശക്തനാണെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അനേകരുടെ ഹൃദയത്തെ ഇന്ന് കുഴക്കുന്നൊരു പ്രശ്നമാണിത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ അനർത്ഥങ്ങൾ വരുന്നു? ഒരു കാരണവും കൂടാതെ ചില അത്യാഹിതങ്ങൾ വരുന്നു. ഒരു കാരണവും കൂടാതെ നിരപരാധികളായ ചിലർ വലിയ വലിയ കെടുതികളിൽ വീഴുന്നു. ഒരു കാരണവും കൂടാതെ അനേകർക്ക് മഹാവ്യാധികൾ വരുന്നു, മഹാരോഗങ്ങൾ, തീരാരോഗങ്ങൾ വരുന്നു. എന്തുകൊണ്ടൊരു കരയേറ്റം കിട്ടാതെ പോകുന്നു? എന്താണിത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഗിദെയോൻ്റെ ചോദ്യം. യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മൾ അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അനുഭവം പറഞ്ഞാൽ ഇപ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ദൈവം കൂടെ ഇല്ല. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ദൈവം ഗിദെയോൻ അരുളപ്പാട് കൊടുത്തപ്പോൾ പറയുന്നു, ഇല്ല, ദൈവം കൂടെ ഇല്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥമൊക്കെ ഭവിക്കുന്നത് എന്താണ്? അനേകരുടെ ഹൃദയത്തിൽ ഇന്ന് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ ദുരിതങ്ങൾ? എന്തുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ? എന്തുകൊണ്ട് തോരാ കണ്ണീര്? എന്തുകൊണ്ട് തീരാ വേദന? എന്തുകൊണ്ട് മാറാ വ്യാധികൾ? ഞാൻ ഇത്രയും വലിയ ദുരിതം അനുഭവിക്കത്തക്കൊണ്ട് ഞാൻ എന്ത് ദോഷം ചെയ്തു? ഞാൻ അത്ര വലിയ പാവമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഇങ്ങനെയുള്ളതായ അനേകം ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ കുഴക്കുന്നുണ്ട്. ഗിദെയോൻ സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു ചിന്തയിൽ വേരുറച്ച് നിന്നുകൊണ്ടാണ് ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ തുറന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. ഗിദെയോൻ്റെ ന്യായമായ സംശയം ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത്? അങ്ങനെ ചോദിച്ചപ്പോൾ ദൈവം ഗിദെയോനെ ധൈര്യപ്പെടുത്തുകയാണ്. ഗിദെയോന് ചില വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. ദൈവത്തോട് ഉള്ളു തുറന്ന് നാം സംസാരിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ ഹൃദയം പകർന്ന് സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ ന്യായമായ സംശയങ്ങൾ തീർത്തു തരും. ദൈവം നമുക്ക് ധൈര്യം തരും. ദൈവം നമുക്ക് പ്രത്യാശ തരും. ദൈവം നമുക്ക് പ്രാഗൽഭ്യം തരും. ദൈവം തൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർത്ത് അണയ്ക്കും.
ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് തരും, അതിനുള്ള തെളിവുകൾ നമുക്ക് തരും. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ദൈവം തരും. ദൈവം ഗിദെയോന് വാഗ്ദത്തങ്ങൾ നൽകി. ഗിദെയോന് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തം നീ ഭയപ്പെടേണ്ട എന്നാണ്, നീ പേടിക്കേണ്ട എന്നാണ്, നിനക്ക് സമാധാനം എന്നാണ്. നീ ഇപ്പോൾ പേടിച്ച് വലഞ്ഞ് വിഷമിച്ച് കഴിയുകയാണ്. മിദ്യാന്യരെ നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മിദ്യാന്യ സൈന്യം വന്ന് മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോകുമല്ലോ നീ ഭയപ്പെടുന്നു. സ്വത്തെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുമല്ലോ എന്ന് ഭയപ്പെടുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതെല്ലാം ശത്രുക്കൾ എല്ലാം കവർന്നുകൊണ്ട് പോകുന്നല്ലോ എന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്നു. എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടെന്ത്, ശത്രുക്കൾ കവർന്നുകൊണ്ട് പോവുകയില്ലേ എന്നാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത. മകനെ, നീ കേൾക്കൂ, നീ ധരിക്കുന്നത് പോലല്ല. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഇതിന് പരിഹാരം തരാനാണ് ഞാൻ നിന്നെ സന്ദർശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം തരാൻ തന്നെയാണ് ഞാൻ എൻ്റെ വചനം നിൻ്റെ മേൽ അയക്കുന്നത്. എൻ്റെ വചനം നിനക്ക് തരുന്നത് നിനക്കൊരു പുതിയ പ്രത്യാശ തരാനാണ്. എൻ്റെ വചനം നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് പുതിയ ധൈര്യം തരാനാണ്. എൻ്റെ വചനം ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആകുലം മാറ്റാനാണ്. ദൈവത്തിന് സ്തോത്രം. ഭീരുവായി ഗിദെയോൻ അമ്പരപ്പോടെ ദൈവത്തെ നോക്കി. ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ഇന്നും കഷ്ടപ്പാടുകൾ മാറിയിട്ടില്ല. ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ദുരിതങ്ങൾ മാറിയിട്ടില്ല. ഗിദെയോൻ ഒന്നും മനസ്സിലാകുന്നില്ല. ആത്മീയ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്കും ഒന്നും മനസ്സിലാവുകയില്ല, ഒന്നും പിടികിട്ടുകയില്ല. എന്താണ് ഈ കേൾക്കുന്നതെല്ലാം, എന്താണ് ഈ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ കണ്ണ് വാസ്തവത്തിൽ അടഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുന്നു പറയാൻ വയ്യ, മുഴുവനായിട്ട് അടഞ്ഞിരിക്കുന്നു പറയാൻ വയ്യ. ഭാഗികമായി കണ്ണിന് കാഴ്ചയുണ്ട്, സമ്പൂർണ്ണമായ കാഴ്ചയോട്ട് ഇല്ല താനും. ഭാഗികമായ കാഴ്ചയുണ്ട്. കർത്താവ് ബെത്സയിദയിൽ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. മർക്കോസ് സുവിശേഷത്തിൽ പറയും, കർത്താവ് ബെത്സയിദയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കണ്ണുകുരുടനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു കണ്ണുകുരുടൻ. ആ കണ്ണുകുരുടൻ അവൻ ജന്മന അന്ധനായിരുന്നു, ജന്മന കണ്ണുകുരുടനായിരുന്നു. അവനെ യേശുവിലേക്ക് കൊണ്ടുവന്നു. യേശുവിൽ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു, 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. നമുക്ക് വായിക്കാം, 22-ാം വാക്യം മുതൽ വായിക്കാം. അവർ ബെത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. കാരണം കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അന്ധത മാറുമെന്ന് അവർക്കറിയാം. യേശുക്രിസ്തു തൊട്ടാൽ അത്ഭുതം നടക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കുരുടനെ കൊണ്ടുവന്നു, അവനെ ഒന്ന് തൊടണം എന്ന് അവരപേക്ഷിച്ചു. അപ്പോൾ അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിനെ പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവൻ്റെ കൈക്ക് പിടിച്ചു. തൊടണമെന്നേ പറഞ്ഞുള്ളൂ, കൈക്ക് കയറി പിടിച്ചു. മതിയല്ലോ, അവർ ആഗ്രഹം സാധിച്ചല്ലോ. തൊടണമെന്ന് പറഞ്ഞു. കർത്താവ് ആ പാവം കുരുടൻ്റെ കയ്യിൽ കയറി പിടിച്ചു, കൈക്ക് പിടിച്ചു. എന്നിട്ട് അവനെ ഊരിനെ പുറത്ത് കൊണ്ടുപോയി. ആ പട്ടണത്തിന് പുറത്തേക്ക് അവനെ കൊണ്ടുപോയി. ആ ആളുകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് അവനെ മാറ്റിക്കൊണ്ടുപോയി വേറെ ആളില്ലാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഊരിനെ പുറത്ത് കൊണ്ടുപോയി. അവൻ്റെ കണ്ണിലേക്ക് തുപ്പി. എന്താണ് അക്രമമാണ്? മനുഷ്യൻ ചിന്തിച്ചാൽ എന്തൊരു കാര്യമാണ് കർത്താവ് ചെയ്യുന്നത്. ഒരുവൻ്റെ കണ്ണിലേക്ക് തുപ്പുക. മനസ്സിലാവുകയില്ല, മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് നമുക്ക് പലർക്കും പിടികിട്ടുകയില്ല. നമ്മുടെ ഈ നിസ്സാരമായ ബുദ്ധി കൊണ്ട് പലതും മനസ്സിലാക്കാനൊക്കുകയില്ല. അവൻ്റെ കണ്ണിലേക്ക് തുപ്പി. ഒരുപക്ഷെ ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയത് അതുകൊണ്ടാണോ? ആളുകൾ കണ്ടാൽ വിമർശിക്കുകയില്ലേ എന്നോർത്താണോ? ആളുകൾ തെറ്റിദ്ധരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുമോ എന്ന് ഭയന്നാണോ? ഈ ജനത്തിന് വീണ്ടും പാവം കൂടുതൽ പാവം വരുമെന്ന് പേടിച്ചാണോ? ജനത്തിന് എന്തിനെങ്ങനെ തുപ്പി എന്നൊക്കെ ഇത് മാന്യതയാണോ എന്ന് ആളുകൾ ചോദ്യം ചെയ്താൽ അതും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പാവമായി മാറുകയില്ലേ? ആ അപകടം അവർക്ക് വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ചാണോ? ഒന്നും കറഞ്ഞുകൂടാ. അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിലേക്ക് തുപ്പി. അടുത്ത വാക്യം. അവൻ്റെ മേൽ കൈവച്ചു. അവൻ്റെ മേൽ കൈവച്ചു. കൈക്ക് പിടിച്ചു, ഊരിന് പുറത്ത് കൊണ്ടുപോയി കണ്ണിലേക്ക് തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. അവൻ്റെ മേത്ത്, അവൻ്റെ ദേഹത്ത്, അവൻ്റെ ശരീരത്തെ കൈവച്ചു. പിന്നെ നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? വല്ല വ്യത്യാസമുണ്ടോ? ജന്മന അന്ധനാണ്, ജനിക്കുമ്പോൾ തന്നെ പിറവിയിലേ തന്നെ കുരുടനാണ്. വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി. അവൻ മേലോട്ട് നോക്കി. ഞാൻ മനുഷ്യരെ കാണുന്നു. ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അയ്യോ, രക്ഷയായി, നല്ല കാര്യം, എനിക്കിപ്പോൾ കാഴ്ച കിട്ടി. ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെയത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസം. അവർ നടക്കുന്നത് മരങ്ങൾ പോലെയത്രേ, മരങ്ങൾ പോലെയത്രേ.
അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയായ കാഴ്ച കിട്ടിയില്ല. മനുഷ്യരെ കാണുന്നുണ്ട്, കാഴ്ച കുറച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശരിയായ കാഴ്ച കിട്ടിയിട്ടില്ല. ശരിയായ കാഴ്ച കിട്ടാത്തതുകൊണ്ട് കർത്താവ് എന്തു ചെയ്തു? അടുത്ത വാക്യം, പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ. പിന്നെ അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. കണ്ണിൽ തുപ്പി, അവൻ്റെ മേൽ കൈവച്ചു. വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങൾ നടക്കുന്നത് പോലെയാണ് കാണുന്നത്. വികലമായ കാഴ്ചയാണ്, മുഴുവൻ ശരിയായ കാഴ്ചയല്ല. ഭാഗികമായി കാഴ്ചയുണ്ട്, പക്ഷേ ശരിയായ കാഴ്ചയല്ല. മരങ്ങൾ പോലെയാണ് കാണുന്നത്, മരങ്ങൾ നടക്കുന്നത് പോലെയാണ് കാണുന്നത്. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാർ. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. അപ്പോൾ എന്തുണ്ടായി? അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. കണ്ടോ? കണ്ണിന്മേൽ കൈവച്ചു, പിന്നെയും കണ്ണിന്മേൽ കൈവച്ചു. അപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, സകലവും സ്പഷ്ടമായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ ഇന്ന് ഭാഗികമായ കാഴ്ചയുള്ളവരാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം സർവ്വവല്ലഭനാണെന്നറിയാം, സർവ്വശക്തനാണെന്നറിയാം, ദൈവം പ്രാർത്ഥന കേൾക്കുന്നറിയാം, അറിയാം. കുറേയേറെ അറിവുകളുണ്ട്, കുറേയേറെ ആത്മീയ അനുഭവങ്ങളുമുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കുകയില്ല. പ്രാർത്ഥിക്ക് മറുപടി കിട്ടിയ അനുഭവങ്ങളുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചില അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ആത്മാവിൽ ഒരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ആത്മാവിൽ വീര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും തളർന്നു പോകുന്നു, തണുത്തു പോകുന്നു. ഭാഗികമായ കാഴ്ചയെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ കണ്ണിന്മേൽ കൈവച്ചു. അവൻ മിഴിച്ചു നോക്കി, സ്പഷ്ടമായി കണ്ടു, എല്ലാം സ്പഷ്ടമായി കണ്ടു. ഭാഗികമായ കാഴ്ച. അനേകരിങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ ഭാഗികമായ കാഴ്ച. ശരിയായ ആത്മാവിൻ്റെ വെളിച്ചം കിട്ടിയിട്ടില്ല. ആത്മാവ് പൂർണ്ണമായും വെളിച്ചമായി വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പൂർണ്ണമായും കൃത്യമായും തെളിമ കിട്ടിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് എന്നും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നും വ്യക്തമായി മനസ്സിലായിട്ടില്ല. ഇന്നും പല കാര്യങ്ങളിലും നമുക്ക് വികലമായ കാഴ്ചപ്പാടുകളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപം വരാതെ ജീവിച്ചാൽ എനിക്ക് നന്മ വരും എന്ന് ആഗ്രഹിക്കുന്ന, അതാ വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ശരിയാണ്. പക്ഷേ ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര നല്ലവനായി ജീവിച്ചാലും, എത്രമാത്രം ആത്മീയമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ച് സമർപ്പിച്ച് ജീവിച്ചാലും, എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് പിന്നാലെ പോകുന്നെങ്കിൽ അത് കുരിശിൻ്റെ പാതയാണ്. എന്നും ദുരിതമാണ്, എന്നും എതിർപ്പാണ്, എന്നും ആക്രമണമാണ്, എന്നും പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത ഘട്ടമാണ്. ആത്മീയമായ ജീവിതത്തിന് അടുത്ത ഘട്ടമാണ്. ശരിയായ കാഴ്ചപ്പാട് കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ശരിയായ ബോധം നമുക്ക് ലഭിക്കും. ഇന്നത്തെ നമ്മുടെ ആത്മീയ ബോധം എന്ന് പറയുന്നത്, ഞാൻ പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ കുടുംബത്തിൽ സ്വൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ രോഗം മാറിയില്ല, പരീക്ഷ പാസ്സാകുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഒരു പിഞ്ചോമന കുഞ്ഞിനെ കിട്ടുന്നില്ല, അല്ല കടം മാറുന്നില്ല. അയ്യോ, ഈ ദൈവം എവിടെ? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് വരുമോ? ഞാൻ എന്താ പരീക്ഷ തോറ്റുപോയത്? എനിക്ക് എന്താണ് നല്ല മാർക്ക് കിട്ടാതെ പോയത്? ചോദ്യം വരും. ശരിയായ കാഴ്ച കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ത് എന്ന് ഗ്രഹിക്കണം. ക്രിസ്തീയ ജീവിതം സകലരാലും പരിഹസിക്കപ്പെടുന്ന ജീവിതമാണ്, സകലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ജീവിതമാണ്, സകലരും വെറുക്കുന്ന ജീവിതമാണ്, സകലരും പകയ്ക്കുന്ന ജീവിതമാണ്. ലോകം നമ്മെ ഒറ്റപ്പെടുത്തുന്ന ജീവിതമാണ്. ലോകമനുഷ്യ നമ്മെ എതിർക്കുകയും നമ്മെ ചെറുക്കുകയും ചെയ്യുന്ന ജീവിതമാണ്. ഈ ലോകത്തിൽ എന്നും പ്രതിസന്ധികളായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. നാം എത്ര നന്മ ചെയ്താലും ഇങ്ങോട്ട് പ്രതികാരം ചെയ്യുന്ന മനോഭാവമുള്ള മനുഷ്യരുടെ ആക്രമണത്തിൻ്റെ ജീവിതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനോട് ജീവിക്കുമ്പോൾ രോഗം നിങ്ങൾക്ക് വന്നുവെന്ന് വരാം. നിങ്ങൾ പാവം കൂടാതെ ജീവിക്കുമ്പോൾ, നിങ്ങൾ സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കെടുതികളോ ആക്സിഡൻസ്, അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ വന്നുവെന്ന് വരാം. കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നുവെന്ന് വരാം. പക്ഷേ നിങ്ങൾ പതറരുത്. അതല്ല ആത്മീയ ജീവിതം. എല്ലാം ഓൾറൈറ്റായി ജീവിക്കുന്നതല്ല ആത്മീയ ജീവിതം. കഷ്ടപ്പാടില്ല, രോഗമില്ല, പണത്തിന് ഞെരുക്കമില്ല, ജോലിക്ക് കുഴപ്പമില്ല, നല്ല വീടുണ്ട്, നല്ല സൗകര്യമുണ്ട്, ദൈവം അനുഗ്രഹിച്ച കുടുംബം എന്ന് ചിന്തിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം.
ഈ ലോക ജീവിതത്തിൽ കുരിശ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അപ്പോഴും എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പ്രാപിക്കത്തക്കവണ്ണം പാപം കൂടാതെ ജീവിക്കുന്നതാണ് സാക്ഷാത്തായ ക്രിസ്തീയ ജീവിതം. വിശുദ്ധ ജീവിതം അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. വിശുദ്ധ ജീവിതം. ഏതെല്ലാം അനിഷ്ട സംഭവങ്ങൾ വന്നാലും എൻ്റെ യേശു എനിക്ക് നല്ലതേ ചെയ്യൂ, അഥവാ പിശാച് തിന്മയായി ചെയ്യുന്നത് പോലും എൻ്റെ യേശു എനിക്ക് നന്മയ്ക്കാക്കി തീർക്കുമെന്നുള്ള വിശ്വാസത്തിന് തികവാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും, ജീവിതത്തിൽ ദുരിതങ്ങൾ ഏറി വന്നാലും, സകലരും എന്നെ തെറ്റിദ്ധരിച്ചാലും എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്, എല്ലാം ശരിയായി ധരിക്കുന്ന ഒരു നല്ല രക്ഷകൻ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാനും ആ രക്ഷകനിൽ ആശ്രയിക്കാനും സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം കുരിശിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം അത് ഒരു ശരശയ്യയാണ്. ശരം, അമ്പ് നാട്ടി വച്ചിരിക്കുന്നു, അതിൽ കിടക്കുന്നു. പണ്ട് ഭീഷ്മർ അസ്ത്രത്തിന്മേൽ കിടന്നു എന്നൊരു പുരാണ കഥയുണ്ട്. അസ്ത്രത്തിന്മേൽ കിടക്കുന്നത് പോലെ എപ്പോഴും മുള്ളു കൊണ്ടുകൊണ്ടിരിക്കും, എപ്പോഴും ദുരിതമേറ്റുകൊണ്ടിരിക്കും. ശരശയ്യ. ക്രിസ്തീയ ജീവിതം ഒരു ശരശയ്യയാണ്. ക്രിസ്തീയ ജീവിതം ഒരു മുൾപാതയാണ്, മുള്ളു നിറഞ്ഞ പാത. ക്രിസ്തീയ ജീവിതം കുസുമശയ്യല്ല, പൂമെത്തയല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ കാഴ്ചപ്പാട് കിട്ടുന്നത്. ഗിദെയോൻ ചോദിച്ചു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തായി കുഴപ്പമെല്ലാം വരുന്നത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം മിദ്യാനിരെ ഒരുമിച്ച് ഒടുക്കുന്നില്ല? ചിന്തിക്കുകയാണ്, ഗിദെയോൻ ചിന്തിക്കുകയാണ്, ദൈവം എന്തുകൊണ്ട് മിദ്യാനിരെ തടുക്കുന്നില്ല? ശത്രുവിനെ എന്തുകൊണ്ടാണ് തടുക്കാത്തത്? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ശത്രു അപഹരിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? ഈ വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഞങ്ങൾക്ക് വരുന്നത് എന്താണ്? ഗിദെയോൻ അങ്ങനെ ചിന്തിക്കുകയാണ്. അനേകം ക്രിസ്ത്യാനികൾ, അനേകം വിശ്വാസികൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിക്കുന്നവർ ഈ കാര്യം ഗ്രഹിക്കുക. ദൈവം വിട്ടുപോയിട്ടില്ല. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവേ, പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടോ? പിശാച് അവകാശം പറയുന്ന ഏതെങ്കിലും പാപത്തിൻ്റെ കണിക എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ വാക്കിലോ, എൻ്റെ പ്രവൃത്തിയിലോ, എൻ്റെ ചിന്തയിലോ എവിടെയെങ്കിലും പിശാചിന് ഇടമുള്ളതായ കാര്യങ്ങളുണ്ടോ? അത് നാം ചിന്തിക്കണം, കണ്ടുപിടിക്കണം. അങ്ങനെയുള്ളതെല്ലാം നാം മാറ്റിയേ പറ്റൂ. അങ്ങനെയുള്ളതെല്ലാം തീർച്ചയായും നാം മാറ്റണം. ഏതെല്ലാം കാര്യങ്ങളിൽ ദുഷ്ടപിശാച് അവകാശം പറയാൻ സാധ്യതയുണ്ടോ, പാവമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അത് ഒരു നിമിഷം വൈകാതെ നാം മാറ്റിക്കൊള്ളുക. എല്ലാം മാറ്റിക്കൊള്ളുക. അതുകൊണ്ട് എല്ലാം സുഖമായിക്കൊള്ളുമെന്ന് വിചാരിക്കേണ്ട, എല്ലാം സുഖശയ്യായിരിക്കൊള്ളുമെന്ന് വിചാരിക്കേണ്ട, എല്ലാം സുഖപ്രദമായി പോകുമെന്ന് വിചാരിക്കേണ്ട. ഏറെയേറെ പ്രതിസന്ധികൾ പിന്നെയും വന്നു എന്ന് വരാം. എന്നാൽ ദൈവം ഗിദെയോനോട് പറഞ്ഞു, നിൻ്റെ ഈ ബലത്തോടെ പോകാം. നീ ചോദിച്ചല്ലോ എന്നോട്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് എന്ത്? നീ ഉള്ളു തുറന്ന് ചോദിച്ചല്ലോ. നിൻ്റെ സംശയം, ന്യായമായ സംശയം പോലെ നീ അവതരിപ്പിച്ചല്ലോ. മോനെ, നല്ലത്, ഉള്ളു തുറന്നല്ലോ. നിൻ്റെ മനസ്സിലെ ധാരണ നീ തുറന്നു പറഞ്ഞല്ലോ. നിൻ്റെ മനസ്സിലെ ധാരണ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവില്ല എന്നാണ്. നിൻ്റെ മനസ്സിലെ ധാരണ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുകയില്ലെന്നാണ്. നിൻ്റെ മനസ്സിലെ ധാരണ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു കേടും വരികയില്ല, ആപത്തും വരികയില്ല, രോഗവും വരികയില്ല എന്നാണ്. നീ അത് തുറന്നു പറഞ്ഞല്ലോ. ആ ധാരണ തെറ്റാണ്. ആ ധാരണ നീ വെച്ച് പുലർത്തരുത്. ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങൾ വരുന്നത്, അത് സ്വാഭാവികമായി വരുന്നതാണ്. പക്ഷേ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അതെല്ലാം തക്ക സമയത്ത് മാറ്റിത്തരും, അതിന് നീക്കുപോക്ക് തരും, പോക്കുവഴി തരും. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവം. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോടുകൂടി ദൈവം പോക്കുവഴിയുണ്ടാക്കും. ദൈവം വിശ്വസ്തൻ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ കാര്യമായിട്ട് ഗ്രഹിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഒരു പോക്കുവഴി ദൈവം തരും, ഒരു നീക്കുപോക്ക് കർത്താവ് തരും, ഒരു പോംവഴി കർത്താവ് തരും. പോകാൻ വഴിയില്ല എന്ന് നമുക്ക് തോന്നും. വഴി അടഞ്ഞു കാണും, വാതിലടഞ്ഞു കാണും, മുന്നോട്ട് ഗതി അറ്റ് കാണും. ഒരു മുന്നേറ്റം കിട്ടാതെ വിഷമിക്കുകയായിരിക്കും, കരയിട്ടില്ലാതെ വലയുകയായിരിക്കും. കർത്താവ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഏത് മനുഷ്യനും അതുപോലെയുള്ള പരീക്ഷയെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ,
നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നതിന് മീതെ, അത് അഭിമുഖീകരിക്കാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്, പരീക്ഷയെ അഭിമുഖീകരിപ്പാൻ കഴിയേണ്ടതിന്, പ്രശ്നങ്ങൾ നേരിടാൻ കഴിയേണ്ടതിന്, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയുണ്ട്, പക്ഷെ ദൈവം പോക്കുവഴി തരും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മുടെ ബലം, ഇതാണ് നമ്മുടെ ധൈര്യം. എന്തെല്ലാം സംഭവിച്ചാലും എല്ലാം അറിയുന്ന ഒരാളുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും എല്ലാം കാണുന്ന ഒരാളുണ്ട്. അതിൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ വ്യക്തിപരമായി അറിയുന്നു. എൻ്റെ ഈ തലയിൽ നിന്ന് ഒരു മുടിയിഴ താഴെ കൊഴിഞ്ഞു വീണാൽ അവനതറിയും. ഓരോ മുടിയാരുകളും അവൻ എണ്ണിയിരിക്കുന്നു. എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ബലം. യേശുക്രിസ്തു എനിക്ക് മതിയായവനാണ്. എനിക്ക് പോക്കുവഴി തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. പ്രശ്നം മാറാൻ ഞാൻ ചോദിക്കുന്നില്ല. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ഞാൻ ചോദിക്കുന്നില്ല. നമ്മുടെ ചിന്താഗതി ഇതായിരിക്കണം. ഈ പ്രശ്നം മാറാൻ ഞാൻ ചോദിക്കുന്നില്ല. കർത്താവെ ഈ രോഗം മാറ്റി തരണമേ എന്ന് ചോദിക്കുന്നില്ല. ഈ പ്രശ്നം ഒഴിവാക്കി തരണമേ എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ചോദിക്കുന്നു, ഇതിനെ നേരിടാനുള്ള കൃപ എനിക്ക് തരണമേ. ഇതെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ പതർച്ച വരാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ മനസ്സിൽ ധൈര്യം ചോർന്നു പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവെ നിന്നുള്ള ആശ്രയം വിട്ടുപോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. യേശുവേ, നീ എന്നിൽ നിന്ന് മാറരുതേ. എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടം നേരിട്ടാലും എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. നീ ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ഉള്ളത്തിൽ സംഭവിക്കരുത്. യേശുവേ, നീ വ്യസനിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. ഗദിയോന് കിട്ടിയ ബലം അതാണ്. ഈ ഇതിൻ്റെ ബലത്തോടെ പോകാം. ഗദിയോന് കിട്ടിയതായ ബലം, ശക്തി അതാണ്. എന്ത് സംഭവിച്ചാലും ദൈവം അറിയുന്നു എന്നുള്ളതായൊരു ധാരണയാണ് അവന് വേണ്ടത്. അതാണ് ദൈവം അവന് പറഞ്ഞു കൊടുക്കുന്നത്. മോനെ, ഇതാണ് നിനക്ക് കിട്ടേണ്ടത്. ഞാൻ അറിയാതൊന്നും സംഭവിക്കുകയില്ല. വേണ്ടതുപോലെ ഞാൻ ചെയ്തു തരാം. ഞാൻ നിനക്ക് വാഗ്ദത്തങ്ങൾ തരികയാണ്. ചില വാഗ്ദത്തങ്ങൾ തരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് താഴ്ത്തുക. നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ, നീ എന്നെ അറിയുന്നു. യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ നീ അറിയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ വിഷാദം നീ അറിയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ നീ അറിയുന്നു. നാഥ, നീ എന്നെ വ്യക്തിപരമായി അറിയുന്നു. എൻ്റെ ഉള്ളം നോവുന്നത് നീ അറിയുന്നു. എൻ്റെ ഹൃദയം പിടയുന്നു നീ അറിയുന്നു. എൻ്റെ ഉള്ളു വിങ്ങുന്നത് നീ അറിയുന്നു. നാഥ, എൻ്റെ ഹൃദയം, എൻ്റെ കർത്താവെ, നീറിപ്പോകുന്നു നീ കാണുന്നു. നീ എല്ലാം അറിയുന്നു. ഉടയവനെ, നീ കാണാത്തതൊന്നുമില്ല, നീ അറിയാത്തതൊന്നുമില്ല. ഏതിനും പരിഹാരം തരാൻ നിനക്ക് കഴിയും. കർത്താവെ, എനിക്കൊന്ന് മാത്രം മതി, നിൻ്റെ കൃപ എന്നിൽ നിന്ന് മാറരുത്. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോസ്തലനായ പൗലോസിന് രോഗമായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് രാവും പകലും വേദനയുള്ള രോഗമായിരുന്നു. ഒരുപക്ഷെ കണ്ണിൽ വേദനയാണോ, മാറാത്ത വേദനയാണോ കണ്ണിൽ, അറിഞ്ഞുകൂടാ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഒരുപക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും കണ്ണിൽ വേദനയായിരിക്കുമോ എന്ന്. അറിഞ്ഞുകൂടാ. പൗലോസ്ലീഹായ്ക്ക് ശൂലം കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ഉണ്ടാക്കുന്ന രോഗമുണ്ടായിരുന്നു. രാവും പകലും എന്നതുപോലെ വേല ചെയ്യുന്ന അപ്പോസ്തലന്, പകല് കൂടാരപ്പണിയും രാത്രി സുവിശേഷ വേലയുമായി അധ്വാനിക്കുന്ന അപ്പോസ്തലന്, സുവിശേഷത്തിന് വേണ്ടി ഓടി യാത്ര ചെയ്യുന്ന അപ്പോസ്തലന് തുടരെ രോഗമായിരുന്നു. വേദന കൊണ്ട് പൊളയുകയായിരുന്നു. വേദന കൊണ്ട് വിങ്ങുകയായിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവേ, ഇതെനിക്കൊന്ന് മാറ്റിത്തരുമോ? ഒന്ന് മാറ്റിത്തരണേ. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോഴെല്ലാം കിട്ടിയ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മതി കർത്താവേ, മതി, വേറെ ഒന്നും വേണ്ട. നിൻ്റെ കൃപ എന്നിൽ മാറാതിരുന്നാൽ മതി. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിന് കൃപയ്ക്ക് വേണ്ടി യാചിപ്പീൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി യാചിപ്പീൻ. യേശുനാഥ, നീ എൻ്റെ ഹൃദയത്തിൽ മാറിപ്പോകല്ലേ. നിൻ്റെ സ്ലീബായിലെ കുരിശുമരണം മൂലം, നിൻ്റെ സ്ലീബായിലെ ജയകരമായ മരണം മൂലം, കർത്താവേ, നീ എനിക്ക് നേടിത്തന്ന രക്ഷ, നീ എനിക്ക് നേടിത്തന്ന ജയം, അതെനിക്ക് അനുഭവമാക്കി തരണമേ. നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകല്ലേ. എൻ്റെ നാഥ, പാപത്തിൻ്റെ യാതൊരു അംശം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ വണ്ണം തിരക്തത്താൽ എന്നെ പൊതിയണമേ. തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. തിരക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്ക് ശുദ്ധീകരിക്കുന്നു. കഴുകുന്ന തിരക്തത്തിൽ ആശ്രയിപ്പീൻ. കഴുകി വെടിപ്പാക്കുന്ന തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ആശ്രയിപ്പീൻ. കൃപ മാറിപ്പോകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. കർത്താവോട് പ്രാർത്ഥിപ്പീൻ, കർത്താവേ, നിൻ്റെ കൃപയിൽ നിന്ന് മാറാതിരിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് യാചിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ,
അവിടുത്തെ കൃപ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നാഥ ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ് ഏറ്റവും വലിയ ധനമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ പൊതിയണമേ, കൃപയാൽ ഭരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.